ലോകത്തിന്റെ അധിപന്മാരാകാൻ വെമ്പുന്ന അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ പടക്കപ്പലുകൾ ഒരറ്റത്ത് യുദ്ധസജ്ജമായി നിൽക്കുന്നു. ജിബ്രാൾട്ടർ കടലിടുക്കിൽ ഭീഷണിയുയർത്തി USS ജെറാൾഡ് ആർ ഫോർഡും, അറബിക്കടലിൽ ഇറാന്റെ ചലനങ്ങളൊളിഞ്ഞുനോക്കി USS എബ്രഹാം ലിങ്കണും വലവിരിക്കുമ്പോൾ, ഭയന്നു പിന്മാറാൻ തയ്യാറല്ലാത്ത ഒരു ജനതയുടെ പോരാട്ടവീര്യമാണ് ഇറാനിൽ നിന്ന് മുഴങ്ങുന്നത്. ഇത് വെറുമൊരു മിസൈൽ യുദ്ധമല്ല, മറിച്ച് ആത്മാഭിമാനത്തിന്റെ പോരാട്ടമാണ്. പശ്ചിമേഷ്യയുടെ മണ്ണിൽ തങ്ങളുടെ ആധിപത്യമുറപ്പിക്കാൻ ഖത്തറിലെയും ബഹ്റൈനിലെയും താവളങ്ങളിൽ നിന്ന് സൈനികരെ ഒഴിപ്പിച്ച അമേരിക്ക തന്ത്രങ്ങൾ മെനയുമ്പോൾ, ആ ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഇറാൻ. കഴിഞ്ഞ വർഷത്തെ യുദ്ധഭൂമിയിൽ ഇസ്രായേലിനും അമേരിക്കയ്ക്കും നൽകിയ തിരിച്ചടി ഇറാന്റെ കരുത്തിന്റെ അടയാളമായിരുന്നു. 15 ദിവസത്തെ സമയം എന്ന ട്രംപിന്റെ അന്ത്യശാസനം വെറും പാഴ്വാക്കാകുമോ എന്ന് ലോകമുറ്റുനോക്കുമ്പോൾ, തങ്ങളുടെ പരമാധികാരത്തിന്മേൽ കടന്നുകയറുന്ന ഏതു ശക്തിയെയും ചാരമാക്കാൻ കെൽപ്പുള്ള ഇറാന്റെ നിശ്ചയദാർഢ്യം പശ്ചിമേഷ്യയിലെ കാറ്റിൽ കനലായി പടരുകയാണ്. ഇത് ലോക പോലീസിന്റെ ഗർവും ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പിനായുള്ള പോരാട്ടവും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടത്തിന്റെ തുടക്കമാണ്. ജിബ്രാൾട്ടർ കടലിടുക്കിൽ വെള്ളിയാഴ്ച പ്രത്യക്ഷപ്പെട്ട USS ജെറാൾഡ് ആർ ഫോർഡ് വെറുമൊരു കപ്പലല്ല, അതൊരു നീങ്ങുന്ന സൈനിക താവളമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലുകളിലൊന്നിനെ പശ്ചിമേഷ്യൻ കടലിടുക്കുകളിലേക്ക് അയക്കുമ്പോൾ അമേരിക്ക ലക്ഷ്യമിടുന്നത് ഇറാന്റെ ശ്വാസം മുട്ടിക്കാനാണ്. ഇതിനോടകം തന്നെ ഒമാൻ തീരത്ത് നിന്ന് വെറും 300 മൈൽ അകലെ USS എബ്രഹാം ലിങ്കൺ നിലയുറപ്പിക്കുകഴിഞ്ഞു. അമേരിക്കയുടെ ഈ ഇരട്ടപ്പടകൾ അറബിക്കടലിലും ഹോർമൂസ് കടലിടുക്കിലും വലവിരിക്കുമ്പോൾ, ഇറാന്റെ സമുദ്ര വ്യാപാരപാതകളെ പൂർണ്ണമായും നിയന്ത്രിക്കുക എന്ന തന്ത്രമാണ് അണിയറയിലൊരുങ്ങുന്നത്. എന്നാൽ സമുദ്രത്തിലെ ഈ കടന്നുകയറ്റങ്ങളെ നിസ്സാരമായി കാണാൻ ഇറാൻ തയ്യാറല്ല. തങ്ങളുടെ തദ്ദേശീയമായ അന്തർവാഹിനികളും അത്യാധുനിക ഡ്രോണുകളും ഉപയോഗിച്ച് ഏത് നിമിഷവും പ്രത്യാക്രമണം നടത്താൻ ഇറാൻ സൈന്യം സജ്ജമാണ്. സാമ്രാജ്യത്വത്തിന്റെ ഈ കടൽക്കരുത്തിനെ തകർക്കാൻ തങ്ങളുടെ കൈവശമുള്ള ആയുധശേഖരം മതിയെന്ന ബോധ്യം ഇറാനുണ്ട്. ആധിപത്യം സ്ഥാപിക്കാനുള്ള അമേരിക്കയുടെ ഗർവും സ്വന്തം തീരം സംരക്ഷിക്കാനുള്ള ഇറാന്റെ പോരാട്ടവീര്യവും തമ്മിലുള്ള ഒരു വൻ പോരാട്ടത്തിന് പശ്ചിമേഷ്യൻ കടൽ തീരങ്ങൾ സാക്ഷ്യം വഹിക്കാൻ പോകുകയാണ്. ഖത്തറിലെ അൽ-ഉദൈദ് എയർബേസിൽ നിന്നും ബഹ്റൈനിലെ 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനത്ത് നിന്നും അമേരിക്കൻ സൈനികരെ പെട്ടെന്നൊഴിപ്പിച്ചത് ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇത് വെറുമൊരു പിൻവാങ്ങലല്ല, മറിച്ച് ഇറാൻ എന്ന പോരാളി രാജ്യത്തിന്റെ മിസൈൽ കരുത്തിനു മുന്നിലുള്ള അമേരിക്കയുടെ മുൻകരുതലാണ്. ഇറാന്റെ അത്യാധുനിക ബാലിസ്റ്റിക് മിസൈലുകളുടെ ആക്രമണപരിധിയിൽ നിന്ന് സ്വന്തം സൈനികരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നതിലൂടെ ഒരു വലിയ ആക്രമണത്തിനുള്ള കളമൊരുക്കുകയാണ് അമേരിക്ക. സമാധാന ചർച്ചകളുടെ മുഖമൂടിയണിഞ്ഞ് ജനീവയിൽ സംസാരിക്കുമ്പോഴും അണിയറയിൽ ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളിൽ ലക്ഷ്യമിട്ട് ഒരു ലിമിറ്റഡ് സ്ട്രൈക്കിനു പദ്ധതിയൊരുക്കുന്ന അമേരിക്കൻ ഇരട്ടത്താപ്പാണ് ഇവിടെ വെളിവാവുന്നത്. എന്നാൽ അമേരിക്കൻ താവളങ്ങൾ ഒന്നടങ്കം ഇറാന്റെ കൃത്യതയാർന്ന മിസൈലുകളുടെ മുനയിലാണെന്ന യാഥാർത്ഥ്യം അമേരിക്കയെ ഭയപ്പെടുത്തുന്നുണ്ട്. ഒരു വശത്ത് സൈനികരെ മാറ്റി നിർത്തി ആയുധങ്ങൾ മിനുക്കുമ്പോൾ, മറുവശത്ത് ഇറാന്റെ മണ്ണ് തൊടാൻ ശ്രമിച്ചാൽ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സാന്നിധ്യം തന്നെ തുടച്ചുനീക്കപ്പെടുമെന്ന ശക്തമായ മുന്നറിയിപ്പാണ് ഇറാൻ നൽകുന്നത്. സാമ്രാജ്യത്വത്തിന്റെ ഈ കുതന്ത്രങ്ങൾ ഇറാന്റെ നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ വിലപ്പോകില്ലെന്നുറപ്പാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഈ വാക്കുകൾ വെറുമൊരു ഭീഷണിയല്ല, ഒരു പരമാധികാര രാഷ്ട്രത്തിന് നേരെ നടത്തുന്ന തുറന്ന വെല്ലുവിളിയാണ്. 15 ദിവസത്തിനുള്ളിൾ അമേരിക്കയുടെ നിബന്ധനകൾക്ക് കീഴടങ്ങണമെന്നും ആണവ കരാറിൽ ഒപ്പുവെക്കണമെന്നുമാണ് അമേരിക്കയുടെ ഹുങ്ക്. യുറേനിയം സമ്പുഷ്ടീകരണത്തിൽ വെറും ടോക്കൺ അളവ് മാത്രം അനുവദിക്കാമെന്ന അമേരിക്കയുടെ ഏകപക്ഷീയമായ തീരുമാനം ഇറാൻ പുച്ഛിച്ചു തള്ളിക്കഴിഞ്ഞു. സാങ്കേതികവിദ്യയിലും ശാസ്ത്രത്തിലും തങ്ങൾ കൈവരിച്ച നേട്ടങ്ങളെ ആരും തകർക്കാൻ അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഇറാൻ. തങ്ങളുടെ ആണവ പദ്ധതികൾ സമാധാനപരമായ ആവശ്യങ്ങൾക്കാണെന്നും, എന്നാൽ ഏതെങ്കിലും വിദേശ ശക്തികൾ അതിൽ കടന്നുകയറാൻ ശ്രമിച്ചാൽ അവർക്ക് കനത്ത വില നൽകേണ്ടി വരുമെന്നും ഇറാൻ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ട്രംപിന്റെ അന്ത്യശാസനത്തിനു മുന്നിൽ മുട്ടുമടക്കുന്ന പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇറാൻ ഉണ്ടാവില്ലെന്ന സത്യം ലോകത്തിന് ബോധ്യമായി കഴിഞ്ഞു. ഭീഷണിപ്പെടുത്തി കീഴടക്കാമെന്നത് അമേരിക്കയുടെ വ്യാമോഹം മാത്രമാണെന്ന് തെളിയിച്ചുകൊണ്ട് ഓരോ ദിവസവും ഇറാന്റെ പ്രതിരോധം കൂടുതൽ കരുത്താർജിക്കുകയാണ്. സാമ്രാജ്യത്വത്തിന്റെ ഈ സമ്മർദ്ദതന്ത്രങ്ങളെ അതിജീവിച്ച് സ്വന്തം മണ്ണിലും നയങ്ങളിലും ഉറച്ചുനിൽക്കുന്ന ഇറാന്റെ ഈ നിശ്ചയദാർഢ്യം അമേരിക്കൻ ആധിപത്യത്തിനുമേൽ ഏൽക്കുന്ന വലിയ പ്രഹരമാണ്. ഇറാനിനുള്ളിൽ പ്രതിഷേധങ്ങൾ നടക്കുമ്പോഴും വിദേശ ശക്തികളുടെ ഇടപെടലിനെ രാജ്യം ഒറ്റക്കെട്ടായി എതിർക്കുന്നു. കഴിഞ്ഞ വർഷം ഇസ്രായേലുമായി നടന്ന 12 ദിവസത്തെ യുദ്ധത്തിൽ അമേരിക്കയുടെ പിന്തുണയുണ്ടായിരുന്നിട്ടും ഇറാന്റെ ആത്മവീര്യം തകർക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഇന്ന് ജനീവയിലെ ചർച്ചാമേശകളിലും ഇറാന്റെ ഡ്രാഫ്റ്റ് പ്രപ്പോസൽ അമേരിക്കയെ പ്രതിരോധിക്കാൻ പോന്നതാണ്. ഒരു യുദ്ധം ആരംഭിച്ചാൽ അത് ഇറാന്റെ ഭർതൃത്വങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല. ആഗോള സാമ്പത്തിക രംഗത്തെയും എണ്ണവിപണിയെയും അത് ചുട്ടുചാമ്പലാക്കും. ലോകത്തിന്റെ ഊർജ്ജസിരയായ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചാൽ
ഇന്ധനവില കുതിച്ചുയരുകയും ആഗോള വിപണി തകരുകയും ചെയ്യും. ഇത് കേവലം 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല, മറിച്ച് ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കാൻ പോന്ന വൻ പ്രത്യാഘാതങ്ങളുടെ തുടക്കമാണ്. അമേരിക്കയുടെ ഭീഷണിക്കു മുന്നിൽ വിറങ്ങല നിൽക്കുന്ന ഒരു ഭരണകൂടമല്ല ഇന്ന് ഇറാനിലുള്ളത്. തങ്ങളുടെ സമ്പുഷ്ടീകരണ പ്രക്രിയയും ആണവ സാങ്കേതികവിദ്യയും രാജ്യത്തിന്റെ അന്തസ്സായി കാണുന്ന അവർ ചെറിയ വിട്ടുവീഴ്ചകൾ എന്ന അമേരിക്കയുടെ ഔദാര്യം പുച്ഛിച്ചു തള്ളുകയാണ്. വരാനിരിക്കുന്ന 15 ദിവസങ്ങൾ വെറുമൊരു സമയപരിധിയല്ല, അത് അമേരിക്കൻ മേധാവിത്വത്തോടുള്ള ഇറാന്റെ മറുപടിക്കായി ലോകം ശ്വാസമടക്കി പിടിച്ചു കാത്തിരിക്കുന്ന നിമിഷങ്ങളാണ്. സമാധാനത്തിന്റെ ഒരു വാതിൽ കൂടി തുറക്കുമോ, അതോ ലോകം ഇതുവരെ കാണാത്ത വലിയൊരു അഗ്നിപരീക്ഷയിലേക്ക് പശ്ചിമേഷ്യ നീങ്ങുമോ? ഇറാൻ സമർപ്പിക്കാൻ പോകുന്ന ഡ്രാഫ്റ്റ് പ്രപ്പോസൽ അമേരിക്കയുടെ ഗർവിനുള്ള മറുപടിയാകുമെന്നുറപ്പാണ്. അടിച്ചമർത്താൻ ശ്രമിക്കുന്തോറും ആളിപ്പടരുന്ന കനലാണ് ഇറാൻ. ലോക പോലീസിന്റെ ആജ്ഞകൾക്ക് മുന്നിൽ മുട്ടുമടക്കാത്ത ഈ പോരാട്ടവീര്യം സാമ്രാജ്യത്വ ശക്തികൾക്കുള്ള കനത്ത മുന്നറിയിപ്പാണ്. വരാനിരിക്കുന്ന 15 ദിവസങ്ങൾ വെറുമൊരു കാലയളവല്ല, അത് ലോകത്തിന്റെ ഭാവി നിശ്ചയിക്കുന്ന അഗ്നിപരീക്ഷയാണ്. ഉപരോധങ്ങൾ കൊണ്ടോ വിമാനവാഹിനി കപ്പലുകൾ കൊണ്ടോ കീഴടക്കാമെന്നത് അമേരിക്കയുടെ വ്യാമോഹം മാത്രമാണെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. സ്വന്തം മണ്ണിലും പരമാധികാരത്തിലും വിട്ടുവീഴ്ച ചെയ്യാത്ത ഇറാന്റെ നിശ്ചയദാർഢ്യം സാമ്രാജ്യത്വ ഭീഷണികൾക്ക് മുന്നിൽ പതറാത്ത ഒരു രാജ്യത്തിന്റെ ആത്മബോധമാണ്. സമാധാനത്തിന്റെ വാതിലുകൾ അമേരിക്ക കൊട്ടിയടച്ചാൽ പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ ആധിപത്യത്തിന്റെ അന്ത്യം കുറിക്കുന്ന പോരാട്ടമായിരിക്കും അവിടെ പിറവികൊള്ളുക. ലോകം ശ്വാസമടക്കി പിടിച്ചു നോക്കി നിൽക്കുന്നു, അഹങ്കാരത്തിന്റെ ഗർവവും ആത്മാഭിമാനത്തിന്റെ പ്രതിരോധവും തമ്മിലുള്ള ഈ അന്തിമ പോരാട്ടത്തിനായി.